ഫലം സുഖമുഖാ വിപദാ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. സൂത ഉവാച യം പ്രവർജന്തമനുപേതമവേദകൃത്യം ദൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രീതി തന്മയതയതരവോ അവിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്സാനുഭാവം അഖിലശ്രുതിസാരമേഘം അധ്യാത്മദീപം അതിതിതിഷ്ടതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനം ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘ്യതേ ഗിരിമിത്രപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. അനന്തോത്പനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ദണ്ഡോത് പ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താ? രഥോത്സവം. രഥോത്സവം. രഥോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ ഇനി വരാൻ പോകുന്നത്? അതോ കഴിഞ്ഞതോ? ജന്മാഷ്ടമി. അല്ല, ഈ രഥോത്സവത്തിന്റെ നാളുകൾ ഇന്നലെ ആയിരുന്നോ? അല്ലേ? എന്തായിരുന്നു? ജഗന്നാഥസ്വാമിയുടെ പ്രതിഷ്ഠാ ദിനം. പ്രതിഷ്ഠ പട്ടാഴിയിലുള്ള. ഓക്കെ. പ്രതിഷ്ഠാ ദിനം. ഭഗവാൻ എങ്ങോട്ടാ പോയേക്കുന്നത്? രാധാഷ്ടമി. വൃന്ദാവനത്തിലോട്ട്. ഇതെല്ലാം ഓർമ്മിക്കാൻ നല്ലതാ. വെരി ഗുഡ്. കാര്യം അടുത്ത ജന്മാഷ്ടമി വരാൻ പോവാണ്, രാധാഷ്ടമി വരാൻ പോവാണ്. നല്ലത്. ഞാൻ ഭഗവാൻ എങ്ങോട്ടാ പോയിരിക്കുന്നത് ചോദിച്ചു. ഏതാ? ഗുണ്ടിച ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരണ്ടേ? എന്താ അതിന് പറയുന്നത്? അതിനെന്താ ഒരു പേര് വിശേഷിപ്പിക്കുമല്ലോ നമ്മള്? ഉൾട്ടായാത്ര. അതെ, ഉൾട്ടാ രഥയാത്ര എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫെസ്റ്റിവൽ. ഇതുപോലെ തന്നെ വളരെ പ്രധാനമാണ്. അപ്പം ഈ ദിവസങ്ങളെല്ലാം വളരെ പ്രധാനങ്ങളാണ്. ഈ ഒരു മാസം ജഗന്നാഥപുരിയിൽ നിൽക്കാൻ തയ്യാറായി പോകുന്നവർക്ക് വളരെ ശ്രേഷ്ഠമാണത്. എന്ന് പറഞ്ഞാൽ സ്നാനയാത്ര മുതൽ പിന്നെ 14 ദിവസം അടച്ചിരിക്കുകയാണ്. അപ്പോൾ നാമജപവും അവിടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. പറ്റുമെങ്കിൽ വൃന്ദാവനത്തിലൊക്കെ ഈ സമയത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് രഥയാത്രയായി. രഥയാത്ര എത്ര ദിവസം? 9ാമത്തെ ദിവസം, 10ാമത്തെ ദിവസം. അപ്പോൾ റിട്ടേൺ വരുന്നത് 9ാമത്തെ ദിവസം റിട്ടേൺ വരും. അപ്പൊ അതിനെ എന്തോ 9ാമത്തെ ദിവസം 9ാമത്തെ ദിവസം റിട്ടേൺ വരുന്നു രഥയാത്ര. അപ്പൊ ഇതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. മാത്രമല്ല ഇത് വലിയൊരു രംഗം അവിടെ ഉണ്ടാകാൻ പോവുക. എന്താ? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയായിട്ടുള്ള വലിയൊരു ഡിബേറ്റ് നടക്കാൻ പോവുകയാണ്. നല്ല രസമാണ്. നല്ല രസമാണ്. കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനകത്തുനിന്നൂടെ. ഏറ്റവും വലിയൊരു കുടുംബമാണ്. അതായത് പിന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് നല്ലൊരു കുടുംബ ബന്ധം തരുന്ന ഉദാഹരണമാണ് ലക്ഷ്മി ദേവിയും ഭഗവാനും. പതിയും പത്നിയും തമ്മിലുള്ള ഒരു ബന്ധം, ആ ശ്രേഷ്ഠത ഒക്കെ കണ്ടുപിടിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമേന്ദ്ര പ്രഭുവിൽ നിന്നുമാണ്. അതുപോലെ തന്റെ ഭക്തരായ മഹാദേവർ. ഇതൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ശരി. എന്താ ലക്ഷ്മി ദേവിയായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം? പറഞ്ഞു 2 ദിവസത്തിനകം തിരിച്ചമ്പലത്തിൽ തിരിച്ചെത്താത്തത്. കൃഷ്ണന്റെ പണിയേ ഇങ്ങനെയാണ്. ഇപ്പൊ വരാന്ന് പോയിട്ട് 14 വർഷം കഴിഞ്ഞാൽ തിരിച്ചു തന്നത് അല്ലേ? ആണോ? ഇല്ലേ? അതെ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ പണ്ടേ ഉള്ള പണിയായത്. ഭഗവാൻ എപ്പോഴും സ്വതന്ത്രനാണെങ്കിലും
ഭഗവാൻ എപ്പോഴും ഒരേ സമയം കണ്ടീഷണലും അൺകണ്ടീഷണലുമാണ്. നമ്മൾ കണ്ടീഷണൽ മാത്രമാണ്. അതേസമയം ഭഗവാൻ അൺകണ്ടീഷണൽ ആണെങ്കിലും അതേസമയം തന്നെ ഭഗവാൻ കണ്ടീഷണലുമാണ്. എങ്ങനെ? ഭക്തന്മാരാൽ. ഭക്തരുടെ ആ അതാ അതാണ് എപ്പോഴും ഭക്തന്റെ കൂടെ ഉണ്ടാവും. കൗന്ദയ പ്രതിജാനേഹി നമേ ഭക്തിയ പ്രണശ്യതി. ഒരിക്കലും എൻ്റെ ഭക്തിന് നാശം സംഭവിക്കില്ല. ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് മധുരയിലേക്ക് പോയി. പിന്നെ വർഷങ്ങളെടുത്തു തിരിച്ചല്ല അല്ലേ? അല്ലേ? പ്രഭു. ശരിയല്ലേ? ഇവിടെ അതുപോലൊക്കെ തന്നെ സംഭവിച്ചത്. വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് കൂടെ പിടിച്ചു നിർത്തിക്കണം. കൂടെ പിടിച്ചു നിർത്താൻ എപ്പോഴും നാമജപം കൊണ്ട് മാത്രമേ ഭഗവാനെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. കാര്യം ഈ പോയിടത്തെല്ലാം നാമജപമായിരുന്നു. ഭഗവാൻ പോയതെല്ലാം നാമജപമുള്ളിടത്തായിരുന്നു. ശരിയാണോ തെറ്റോ പറയുന്നത്? ശരിയാ പ്രഭു, ശരിയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്ര ജപത്തിൽ ഒരിടത്ത് നോക്കിയിട്ടാണ് ഭഗവാൻ പോയത്. കുടുംബം എല്ലാം വിട്ടിട്ട് പോയി. ദാ ഇവിടെ ലക്ഷ്മി ദേവി ഗുണ്ടിജ ടെമ്പിളിൽ വന്നു. ഭഗവാനെ കാണുന്നുണ്ട്. പെട്ടെന്ന് വരണമെന്ന് പറയും. ഓ ശരി, ഉടനെ തന്നെ വന്നു കൊള്ളാം, ഭവതി പൊയ്ക്കോളൂ, പുറവേ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു, പോയില്ല. ബലരാമൻ ഓർമ്മിപ്പിക്കും, ഭഗവാന്റെ ചിരിയോടെ ഇവിടെ ഇരിക്കും. പിന്നെ ഈ 9ാമത്തെ ദിവസമാണ് തിരിച്ചു പോകുന്നത്. അവിടെ ചെല്ലും, ക്ഷേത്രത്തിലെത്തും. ബലരാമൻ അകത്തോട്ട് പോകും. കുഞ്ഞനീത്തി സുഭദ്രാമിയും പോകും. അവിടെ നേരത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, 2 പേരെ മാത്രമേ കടത്തി വിടാകൂ, 3ാമത്തെ ആളെ അവിടെ തടഞ്ഞു വെച്ചേക്കണമെന്ന് പറഞ്ഞു. ഭഗവാൻ ഒരടി മുന്നോട്ട് പോകാൻ പറ്റിയില്ല. സോറി സാർ, ക്ഷമിക്കണം, സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു. മേളിൽ നിന്നുള്ള ഓർഡറാ, അങ്ങോട്ട് കടത്തി വിടരുതെന്ന് പറഞ്ഞു. യാതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞു. കാര്യം ആ ഗൃഹം, പുരീക്ഷേത്രം, ലക്ഷ്മി ദേവിയുടെ കൊട്ടാരമാണ്. ഒരു കാരണവശാലും കടത്തിവിടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടാവുകയാണ്. തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഭഗവാന്റെ ന്യായങ്ങളെല്ലാം പറഞ്ഞു. ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണങ്ങളെല്ലാം പറഞ്ഞു. ലക്ഷ്മി ദേവി അത് കേൾക്കാൻ കൂട്ടാക്കിയല്ല. യാതൊരു കാരണവശാലും ലക്ഷ്മി ദേവി ഇതിൽ കടുംപിടുത്തം പിടിക്കും. അരിഷ്ടാസുരനെ വധിച്ചതിന് ശേഷവും ഇതേപോലെ രാധാറാണി കടുംപിടുത്തം പിടിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല, അതിനനുസരിച്ചിട്ട് ജീവിക്കേണ്ടതാണ്. എന്താ അരിഷ്ടാസുരന്റെ വധവും കഴിഞ്ഞിട്ട് ഭഗവാൻ എടുത്തു ചെന്നപ്പോൾ പറഞ്ഞത്? ആ പശു രൂപത്തില് വന്നത്, പശുവിനെ കൊന്നത്. ഏത് അസുരനും ആയിക്കോട്ടെ, രൂപം എന്തായിരുന്നു, ശരീരം എന്തായിരുന്നു കൃഷ്ണ? അതൊരു മദർ ബുൾ ആയിരുന്നില്ലേ? ആയിരുന്നു. കാളയുടെ രൂപമായിരുന്നല്ലോ, അതിനെയല്ലേ വധിച്ചത്. അതിന് വേണ്ടിയിട്ട് പിന്നെ അത് സ്നാനം ചെയ്ത് ആ ശുദ്ധീകരണ പ്രക്രിയ ഭഗവാൻ ചെയ്യേണ്ടി വന്നു. അവിടെ നോക്കണം, ഭഗവാൻ ചെയ്യേണ്ടി വന്നെങ്കിൽ നമ്മൾ എത്ര സ്നാനം ചെയ്യേണ്ടി വരും? അതുകൊണ്ടാണ് 1000 സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ എന്നുള്ളതല്ല, എന്നെ പോലുള്ളവരുടെ പാപങ്ങൾ തീരാൻ പോകുന്നില്ല. അപ്പം ആ പാപങ്ങൾ നശിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹേ രാജൻ, ഒരു ശ്ലോകം വരുന്നുണ്ടല്ലോ, ഹേ രാജൻ. ഏതാ ശ്ലോകം വരുന്നത്?
കീർത്തനാത് ഏവ കൃഷ്ണസ്യ. ആ ആ പറഞ്ഞാട്ട് ശ്ലോകം. പരീക്ഷിത് മഹാരാജാവിനോട് നാരദ മഹർഷി പറയുന്നയാ, ഈ കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നങ്ങളാണ്, മൊത്തം പ്രശ്നങ്ങളാണ്. പാപങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്, പാപങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷേ ഒരു ഗുണമുണ്ട് ഹേ രാജൻ, ഒരു ഗുണമുണ്ട്. കലീർ ദോഷേ നിധി രാജൻ. വായിച്ചിട്ട് 12:3:51 നോട്ട് ചെയ്ത് വെക്കണേ, എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. 12:3:51 ശ്രീമദ് മഹാഭാഗവതം 12-ാം സ്കന്ധം 3-ാമത്തെ അധ്യായം 51-ാമത്തെ ശ്ലോകം. കലീർ ദോഷനിധി രാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണഃ. എടുത്താട്ടോ. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരം പ്രചേത്. ആ എടുത്തോ. കലീർദോഷനിധേ രാജൻ അസ്തി ഏകോ മഹാൻ ഗുണഃ. ഹരേ കൃഷ്ണ. കീർത്തനാദേ. ആ വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 12:3:51. കലേ ദോഷനിധേ രാജൻ അഷ്ടിഹേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജതേ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ English. Jai Srila Prabhupada ki jai. My dear king, although Kali Yuga is an ocean of faults, there is still one good quality about this age. Simply by chanting the Hare Krishna Mahamantra, one can become free from material bondage and be promoted to the transcendental kingdom. Hare Krishna. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. മലയാളം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഹരേ ഹരേ കൃഷ്ണ. ആ ഓം വായിച്ചു. നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. എന്റെ പ്രിയപ്പെട്ട രാജാവേ, കലിയുഗം ദോഷങ്ങളുടെ സാഗരമാണെങ്കിലും ഈ യുഗത്തിന് ഒരു സദ്ഗുണമുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ ഒരുവന് ഭൗതിക ബന്ധത്തിൽ നിന്ന് മുക്തനാകാനും അതീന്ദ്രിയ സാമ്രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടാനും കഴിയും. ഭാവാർത്ഥം. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ ഈ പാപങ്ങളെ എല്ലാം കഴുകിക്കളയാൻ സാധിക്കും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് തവ കഥാമൃതം. ശ്ലോകം ഏതാ? ഇനി ശ്ലോകം നമ്പർ പറയത്തില്ല, ഓരോ പ്രാവശ്യം പറഞ്ഞതാ. തവ കഥാമൃതം തപ്തജീവനം. 10:31-9 ദശമസ്കന്ധം 31-ാമത്തെ അധ്യായം 9-ാം ശ്ലോകം എടുത്താട്ടെ. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീതിതം കൽമഷാപഹം. 10:31-9. ഹരേ കൃഷ്ണ. ആ തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദം ഭുവി ഗുണന്തിയേ പൂരിതാ ജന. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. വിവർത്തന. ശ്രീല പ്രഭുപാദ് കി ജയ്. അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതവും അങ്ങയുടെ ലീലകളുടെ വിവരണങ്ങളും ഭൗതിക ലോകത്തിൽപ്പെട്ട് ഉഴലുന്നവർക്ക് ജീവനം നൽകുന്നവയാണ്. പണ്ഡിതനും ചിന്തകരും വർണ്ണിക്കുന്ന ഈ ചരിതങ്ങൾ കേൾക്കുന്നവരുടെ പാപങ്ങൾ നശിപ്പിച്ച് അവർ സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്നു. ആത്മീയ ശക്തി നിറഞ്ഞ ഈ കഥകൾ ലോകമെങ്ങും പരക്കുന്നു. അങ്ങനെ ഭഗവത് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ഏറ്റവും ഉദാരമതികളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം ഇതെല്ലാം പാപങ്ങൾ പോകാനുള്ള മാർഗങ്ങളാണ്. അങ്ങനെ ഇവിടെ ഭഗവാൻ ഇന്നും ഈ ഉൾട്ടാ രഥയാത്രയിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ബലരാമനും സുഭദ്രാമയും കയറുകയും അവിടെ ഭഗവാൻ കുറെ നേരം കാത്തിരിക്കുകയും ലക്ഷ്മി ദേവിയുടെ മെസ്സേജ് വരികയും അവിടെ 2 റെപ്രസെൻറ്റേറ്റീവ്,
അതായത് ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സംഘം പൂജാരിമാര്, ലക്ഷ്മി ദേവിയുടെ പ്രതിനിധികളായിട്ട് ഒരു സംഘം പൂജാരിമാര്, ഇവർ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണാം. ഇതിനിടയ്ക്ക് ഭഗവാൻ എപ്പോഴും ട്രിക്കി വേ ആണല്ലോ. ഭഗവാൻ ഏത് കാര്യവും, അതുകൊണ്ടാണ് ഭഗവാനെ എപ്പോഴും മുറുകെ പിടിച്ചിരിക്കണമെന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും തേഷാം നിത്യാഭിയുക്താനാം അല്ല ഏവം അനുകമ്പാർത്ഥം അതിനകത്ത് ബുദ്ധി തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനതം തമഹ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. വാസുത. അതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകം തേഷാം തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപായന്തി. ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി. യഥാവിധത്തിൽ തരത്തിൽ അവസരത്തിനനുസരിച്ചിട്ട് നിന്നെ ഞാൻ നല്ല ബുദ്ധി അങ്ങോട്ട് പറഞ്ഞു തരും. നല്ല ബുദ്ധി. ഞാൻ പറയുന്നതനുസരിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഓരോ സമയത്തും നല്ല ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുക്കും. ഭഗവാനോട് വീണ്ടും ട്രിക്കി വേ കാണിക്കുകയാണ്. ഭക്തന്മാരെ ഞാൻ വിളിച്ചൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് കുറച്ച് രസഗുള ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. പെട്ടെന്ന് കുറച്ച് രസഗുള ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്നു. നേരെ പാക്കറ്റ് തുറക്കണ്ട, നേരെ കൊണ്ടു ചെന്നിട്ട് ലക്ഷ്മി ദേവിയുടെ തൃപ്പാദങ്ങളിൽ കൊണ്ടുവെക്കാൻ പറയും. അവിടെ കൊണ്ട് കൊടുക്കുക, ഞാൻ തന്നു വിട്ടേന്ന് പറഞ്ഞാൽ മതി. വളരെ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. രൂക്ഷമായ തർക്കങ്ങളാണ്. യാതൊരു അയവുമില്ല. അപ്പോഴാണ് ഭഗവാൻ ഈ പണി ചെയ്യുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാവുകയും ആ സമയത്ത് ഭർത്താവ് ഭാര്യയ്ക്കോ ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും ഒരു സ്വീറ്റോ എന്തെങ്കിലും ഗിഫ്റ്റോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? എന്തോ എങ്ങനെ? ശുഭം. അപൂർവങ്ങളിൽ അപൂർവമാണ്, വലിച്ചെറിയപ്പെടും. അപൂർവങ്ങളിൽ അപൂർവമാണിത് കാണുന്നത്. പിന്നെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഇങ്ങേരുടെ അല്ലെങ്കിൽ ഇവരുടെ ഇതില്ലാഞ്ഞിട്ടാ എനിക്ക് തർക്കങ്ങൾ നടന്നു പോകുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവമില്ല. ഇവിടെ ലക്ഷ്മി ദേവി രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതോടുകൂടി അവിടെ തർക്കം കഴിയുകയാണ്. ഫിസിക്കലി ഒരു സമ്മാനം കൊടുത്തു അവിടെ കൊണ്ടുചെന്നു. ലക്ഷ്മി ദേവി രണ്ട് കൈ നീട്ടി അത് സ്വീകരിച്ച് ഭഗവാനും സന്തോഷമാകും, ഉള്ളിലോട്ട് കയറും. കുടുംബ ബന്ധങ്ങളിലും ഇത്രേ ആകാവും. ഭഗവാനോടത് കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഭഗവാൻ രസഗുള അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് രസഗുള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് മധുരമെങ്കിലും ഈ ദിവസങ്ങളിൽ സമർപ്പിച്ച നല്ലത്. ഭഗവാന്റെ പ്രതിനിധികളാവട്ടെ നമ്മളെല്ലാം ലക്ഷ്മി ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുക, രാധാറാണിയുടെ മുന്നിൽ. അങ്ങനെ അവിടെ ആ രഥയാത്ര വളരെ മനോഹരമായിട്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ശ്ലോകത്തിലോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച ഒരു ശ്ലോകം പറഞ്ഞിരുന്നു. ഏതാ ശ്ലോകം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ? 4:31-10 നമ്മൾ വായിച്ചിരുന്നു അല്ലേ? 4:31-10 കിം ജന്മഭിസ്ത്രിവിർവേഹ ശൗക്ര സാവിത്ര്യ യാജ്ഞിനീകൈ കർമാഭിർവാ ത്രയീ പ്രോക്തൈ പുംസോ അഭി വിബുധായുഷ. വിബുധായുഷ 4:31-10. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. കിം ജന്മഭിസ്ത്രിഭിർവേഹ സൗഖ്രാസാവിത്രയജ്ഞകൈ കർമഭിർവാത്രയീ പ്രോക്തൈ പുംസോ വിബു
Dayusa, Hare Krishna, translation, Jai Srila Prabhupada ki jai. A civilized human being has three kinds of birth. The first birth is by pure father and mother, and this birth is called a birth by semen. The next birth takes place when one is initiated by the spiritual master, and this birth is called Savitra. The third birth, called Yajnika, takes place when one is given the opportunity to worship the Lord Vishnu, despite the opportunities for attaining such births. Even if one gets the lifespan of a demigod, if one does not actually engage in the service of the Lord, everything is useless. Similarly, one's activities may be mundane or spiritual, but they are useless if they are not meant for satisfying the Lord. Hare Krishna. ഹരേ കൃഷ്ണ. മലയാളം ആരുടെങ്കിലും ഉണ്ടോ? 4-ാം സ്കന്ധം, ഇത് 2-ാമത്തെ ഭാഗമാണെന്ന് തോന്നുന്നു. 4-ാം സ്കന്ധം 4:30. ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വായിച്ചതായിരുന്നു. ഒന്നുകൂടെ വായിക്കാൻ ഒന്നുകൂടെ വായിച്ചു. ഭാവാർത്ഥത്തിലോട്ട് നമ്മൾ പോയില്ല. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. ഒരു പരിഷ്കൃത മനുഷ്യജീവിക്ക് 3 തരത്തിലുള്ള ജന്മങ്ങളുണ്ട്. ആദ്യത്തെ ജന്മം പരിശുദ്ധമായ മാതാപിതാക്കളിലൂടെയാണ്. ഇതിനെ ശുക്ലത്തിലൂടെയുള്ള ജന്മമെന്ന് വിളിക്കുന്നു. ആധ്യാത്മിക ഗുരുവിൽ നിന്നുള്ള ദീക്ഷ സ്വീകരണമാണ് 2-ാം ജന്മം. ഈ ജന്മത്തെ സാവിത്രമെന്ന് വിളിക്കുന്നു. വിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ അവസരം നൽകപ്പെടുന്നതാണ് യാജ്ഞിക എന്ന് വിളിക്കപ്പെടുന്ന 3-ാമത്തെ ജന്മം. അത്തരം ജന്മങ്ങൾക്കുള്ള അവസരങ്ങൾ നേടിയാലും ഒരു ദേവന്റെ ആയുഷ്കാലം ലഭ്യമായാൽ പോലും ഒരുവൻ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിൽ മുഴുകാത്ത പക്ഷം എല്ലാ ഉപയോഗശൂന്യമായി തീരും. അതുപോലെ ഒരുവന്റെ കർമ്മങ്ങൾ ഭൗതികമായാലും ആധ്യാത്മികമായാലും ഭഗവാന്റെ സംതൃപ്തിക്ക് ഉദ്ദേശിക്കപ്പെട്ടതല്ലെങ്കിൽ ഉപയോഗശൂന്യമത്രേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യജ്ഞദാന തപ കർമ്മ ശ്ലോകം വരുന്നുണ്ടല്ലോ ഭഗവത്ഗീത 18-ാമത്തെ അധ്യായത്തിൽ. 7-8 ശ്ലോകങ്ങളാണ്. എടുത്തു വെച്ചോ, നോക്കിക്കോ. ഓരോന്നും ഈ സ്റ്റേറ്റ്മെന്റ്. ഇന്ന് ഹരേകൃഷ്ണ പ്രസ്ഥാനം, അതാണ് ഭാഗവത വിധിയിലൂടെയാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യുന്ന ഒരു ശ്ലോകമാണിത്. ഒരു ജന്മം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ഭാഗവതം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചോദിക്കുക, എന്തിനാണ് ഈ എക്സാമൊക്കെ എഴുതുന്നത്, എന്തിനാണ് ഷെൽട്ടർ എന്നുള്ള പ്രക്രിയ, എന്താണ് ഈ ഇനിഷ്യേഷൻ, ഇതൊക്കെ ആവശ്യമുണ്ടോ, പേര് മാറ്റണോ, ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടാകാം, ഇല്ലേ? ആണോ? അതോ നമുക്കാർക്കും സംശയമില്ല? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ഇതെല്ലാം പഠിച്ചിരിക്കുന്നതാണ്. പക്ഷെ മറ്റുള്ളവർ ചോദിക്കത്തില്ലേ പറയുമ്പോൾ? ഇല്ലേ? അപ്പം പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കണം? ശാസ്ത്രത്തിലൂടെ പറഞ്ഞു കൊടുക്കണം. തസ്മാ ശാസ്ത്രം പ്രമാണന്തേ. അപ്പോൾ എടുക്കണം ഈ ശ്ലോകം എടുത്ത് പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് മഹാന്മാരായ ഋഷികൾക്ക് 2-മതൊരു പേര് വന്നിരിക്കുന്നത്? അവർക്ക് എങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടായി, അല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധം ഉണ്ടാകേണ്ട ആവശ്യകത എന്താണ്? ജന്മനാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് ശ്രീമൻ ശുക്ലത്തിൽ കൂടിയുള്ള ജനനം, ശരീരമെടുക്കലും, രണ്ടാമത് ഗുരു ആശ്രയത്തിലൂടെ അല്ലെങ്കിൽ ഗുരു ആശ്രയത്തിലൂടെ കിട്ടുന്നത് ആത്മസാക്ഷാത്കാരവും, 3-മത് കിട്ടുന്ന ദ്വിജബന്ധവും, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജന്മനാ ജായതേ ശൂദ്ര. നമ്മളെല്ലാവരും ഏത് കുലത്തിലോ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ ഓരോ സംസ്കാരത്തിലൂടെയാണ്. അപ്പം അതിൻ്റെ ഒന്നാണ് ഈ പിറവിക്ക് മുമ്പുള്ള ഗർഭധാന സംസ്കാരം. വീണ്ടും ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഇതിനെ പറ്റി പറയുന്നുണ്ട്, ഗർഭധാന സംസ്കാരത്തെ പറ്റി. വളരെ നിഷ്കർഷമായി പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും എല്ലാം
ഇത്തരം സംസ്കാരങ്ങളെ പറ്റി കൂടുതൽ കൂടുതൽ പറയുന്നത്. നമ്മൾ ആ സംസ്കാരങ്ങളെ എല്ലാം ചടങ്ങുകൾ എന്ന് മാത്രം വിശേഷിപ്പിച്ച് ഒതുക്കിയിരിക്കുന്നു. ഇല്ലേ? അങ്ങനല്ലേ? ചടങ്ങില്ലേ? ചടങ്ങിന് പോയില്ലേ? ചടങ്ങിന് പോകുന്നില്ലേ? ആണോ? വിവാഹ ചടങ്ങെന്ന അല്ലേ? ചോദിക്കില്ലേ? ചോദിക്കുമോ? എല്ലാം കേൾക്കുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾക്കുന്നുണ്ട് പ്രഭു. ഈ ചോദിക്കും ചടങ്ങുകൾ ഇപ്പൊ ചടങ്ങുകൾ പ്രഭു. മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അത് ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അതെ. അപ്പം ദൃശ്യാവിഷ്കരണം മാത്രം എന്ന് പറഞ്ഞു ചടങ്ങുകൾ. അപ്പം ഇതെല്ലാം പ്രസാദി സംസ്കാരങ്ങളുടെ ഗോവിന്ദ്. എന്തോ ചടങ്ങുകൾക്ക് ശേഷം മഹാപ്രസാദി ഗോവിന്ദ്. മഹാപ്രസാദേ ഗോവിന്ദേ. ഈ ചടങ്ങുകൾ, പ്രത്യേകിച്ച് ചടങ്ങുകൾ മാത്രമായെടുത്ത് മഹാപ്രസാദമായിരിക്കത്തില്ല. അതാ രസം. അപ്പം ഓരോ സംസ്കാരങ്ങളാണ്. ആ സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത്. മലീമസമായ ഒരു പ്രദേശത്തു നിന്നും പുറത്തോട്ട് വരുന്നു എന്നുള്ളത് അതിനെ ആദ്യം തന്നെ നമ്മൾ പിന്നെ കുളി എന്ന ചടങ്ങുകളുണ്ടല്ലേ? 27 കുളി ഇല്ലേ? ആണോ? ഇതെല്ലാം ശാരീരികമായ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. മാനസികമായ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നില്ല. ആ മാനസികമായ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് ഈ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിലൂടെയാണ് പിന്നീട് ആ ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ, നല്ലൊരു ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അതിന് അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ജന്മം പാഴായി. ഏതാ ശ്ലോകം വരുന്നത് ഭാഗവതത്തില്? ഏതാ ഏതാ എപ്പോഴും പറയുന്ന ശ്ലോകമാണ്. 5:5:18. ഗുരുന സസ്യാത് സ്വജനോന സസ്യാത് പിതാന സസ്യാത് ജനനീന സസ്യാത്. 5:5:18 ശ്രീമദ് മഹാഭാഗവതം 5:5:18. കൃഷ്ണ പ്രഭുജി. ആ ഗുരുന്ന സാക്ഷാത് സ്വജനോ ന സാക്ഷാത് പിതാന സസ്യാത് ജനനീ ന സസ്യാൻ ദൈവം ന തസ്യാൻ പതിഷ്ഠ സസ്യാൻ നമോ ജയേത്യാ സമുപേത മൃത്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ജയ ശില പ്രഭുപാദ്. One who cannot deliver his dependent from the path of repeated birth and death should never become a spiritual master, a father, a husband, a mother, or a worshipable demigod. Hare Krishna. മലയാളം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. സ്വന്തം ആശ്രിതനെ ജനന മരണങ്ങളുടെ ആവർത്തന പാതയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ഒരാധ്യാത്മിക ഗുരുവോ പിതാവോ ഭർത്താവോ ഒരു മാതാവോ ആരാധ്യാർഹനായ ദേവനോ ആയിത്തീരരുത്. ആയിത്തീരരുതെന്നുള്ള അവരല്ല, അങ്ങനല്ല. അവർ അച്ഛനും ആവുന്നില്ല, അമ്മയും ആകുന്നില്ല, ഭർത്താവും ആകുന്നില്ല, സഹോദരങ്ങളും ആവുന്നില്ല. കാര്യം അവന് മോക്ഷം, രക്ഷപ്പെടാനുള്ള വഴി കാട്ടിക്കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യർ പോകുമ്പം ഒരു ഗുരുസ്ഥാനത്ത് നിന്നാണ് ശങ്കരാചാര്യർ വന്നത്. ആ ഒരു ഗുരുസ്ഥാനത്തെ മഹത്വവൽക്കരിക്കണം, അല്ലെങ്കിൽ പരിപൂർണമാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപദേശം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ശങ്കരാചാര്യര് പിന്നീട് ഇങ്ങനെ ഉപദേശിക്കേണ്ടി വന്നത്. എന്താ? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുനരഭിജനനം. എത്ര സ്പഷ്ടമായിട്ടാണ് ഭാഗവതം എടുത്ത് ശങ്കരാചാര്യർ പറഞ്ഞിട്ട് പോയത്, ഉപദേശിച്ചിട്ട് പോയത്. എന്താ? പുനരഭിജനനം പ്രഭു, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം ഇഹ ബഹുവികാരേ ഹൃദയാപാരേ ആഹി മുരാരേ. ആരെ ഭജിക്കണം? രക്ഷപ്പെടണമെങ്കിൽ മുരാരേ, മോര എന്ന രാക്ഷസനെ വധിച്ച ഒരാളുണ്ടല്ലോ, ഒരു കഥാപാത്രം ഉണ്ടല്ലോ.
ആ, അങ്ങേരെ വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്നുള്ള രക്ഷപ്പെടലുകൾ ഉണ്ടാവുകയുള്ളൂ. ജനനവും മരണവും അതെല്ലാം നടക്കും, കുഴപ്പമില്ല. ആലോചിക്കുമ്പോൾ ശരിയാ, ജനനം ഇപ്പം മരിക്കും, ഓക്കെ. പക്ഷെ ഇൻ ബിറ്റ്വീനുള്ള പ്രോസസ്സാണ് വളരെ കഠിനതരം. മൃത്യു, ജന്മമൃത്യുവിനിടയ്ക്കുള്ള പിന്നെന്തുവാ ഉള്ളത്? രണ്ട് കാര്യങ്ങളുണ്ട്. എന്താ എന്താ ജരാവ്യാധി. ജരാവ്യാധി. അത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രീതിയിലാണ് വന്നു കൂടുന്നത്, അത് എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് വഴിയുള്ളൂ: ഭക്തിയുത സേവനം. ഭക്തിയുത സേവനം. സ്നേഹനോന്മുഖമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ വ്യാധികളിൽ നിന്നും ആദികളിൽ നിന്നും നമുക്ക് അനർത്ഥങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് മലയാളം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? അതിൻ്റെ ഭാവാർത്ഥത്തിലോട്ട് നമുക്ക് പോകാം. 4:31, 4:31-10 ഇവിടെ പറഞ്ഞു. 3 ജന്മങ്ങളെ പറ്റി പറഞ്ഞു. പ്രഭുവും വളരെ മനോഹരമായിട്ട് അതിനെപ്പറ്റി മലയാളത്തിൽ സംസാരിച്ചു. നമുക്ക് പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിലോട്ട് നമുക്കൊന്ന് പോകാം. ഇത്തിരി ഡീറ്റെയിൽഡാണ്. ആരുടെയെങ്കിലും ഉണ്ടോ? ഈ ഭാവാർത്ഥം വായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീണ്ടും ഞാനിത് വായിച്ചത്. 4:31-10. പ്രഭു വായിക്കാം. വായിച്ചാട്ടെ. ഒരു പരിഷ്കൃത മനുഷ്യനിൽ 3 തരത്തിലുള്ള ജന്മങ്ങളുണ്ട്. ആ. ആദ്യത്തെ ജനനം ശുദ്ധമായ അച്ഛനും അമ്മയും വഴിയാണ്. ആ. ഈ ജനനത്തെ ബീജത്തിലൂടെയുള്ള ജനനം എന്ന് വിളിക്കുന്നു. അടുത്ത ജനനം ആത്മീയ ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഈ ജനനത്തെ സാവിത്രം എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ജനനം യജ്ഞികം, ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കാൻ അവസരം ലഭിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത്തരം ജന്മങ്ങൾ നേടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരാൾക്ക് ഒരു അർദ്ധായുസ് ലഭിച്ചാലും ഒരാൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ എല്ലാം ഉപയോഗശൂന്യമാണ്. അതുപോലെ ഒരാളുടെ പ്രവർത്തനങ്ങൾ ലൗകികമോ ആത്മീയമോ ആകാം. പക്ഷെ അവ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെങ്കിൽ അവ ഉപയോഗശൂന്യമാണ്. ഹരേ കൃഷ്ണ. പിന്നെ അതിന്റെ ഭാവാർത്ഥം വായിക്കണം. ശൗക്രജന്മം എന്ന വാക്കിന്റെ അർത്ഥം ബീജസ്ഖലനം വഴി ഭാവാർത്ഥം ജനിക്കുക. ബൈ ഹി ശ്രീശില പ്രഭുപാദ കി ജയ്. അതെ, ശ്രീകൃഷ്ണ. ശൗക്രജന്മം എന്ന വാക്കിന്റെ അർത്ഥം ബീജസ്ഖലനം വഴി ജനിക്കുക എന്നാണ്. മൃഗങ്ങൾക്കും ഈ രീതിയിൽ ജനനം എടുക്കാം. എന്നിരുന്നാലും വേദസംസ്കാരത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പോലെ ശൗക്രജന്മത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പരിഷ്കരിക്കാൻ കഴിയും. ജനനം നടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്നിക്കുന്നതിന് മുൻപ് ഗർഭധാന സംസ്കാരം എന്നൊരു ചടങ്ങുണ്ട്. അത് ദത്തെടുക്കണം. ഉയർന്ന ജാതിക്കാർക്ക്, പ്രത്യേകിച്ച് ബ്രാഹ്മണ ജാതിക്കാർക്ക് ഈ ഗർഭധാന സംസ്കാരം പ്രത്യേകിച്ച് ശുപാർശ ചെയ്യുന്നു. ഉയർന്ന ജാതിക്കാർക്കിടയിൽ ഗർഭധാന സംസ്കാരം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ മുഴുവൻ കുടുംബവും ശൂദ്രരാകുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. കലിയുഗത്തിൽ ഗർഭധാന സംസ്കാരത്തിന്റെ അഭാവം കാരണം എല്ലാവരും ശൂദ്രരാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതാണ് വേദസമ്പ്രദായം. പാഞ്ചരാത്രിക സമ്പ്രദായം അനുസരിച്ച് ഗർഭധാരണ സംസ്കാരത്തിന്റെ അഭാവം മൂലം എല്ലാവരും ശൂദ്രരാണെങ്കിലും ഒരു വ്യക്തിക്ക് കൃഷ്ണാവബോധമുള്ളവനാകാനുള്ള ഒരു ചെറിയ പ്രവണത മാത്രമേ ഉള്ളൂവെങ്കിൽ ഭക്തിസേവനത്തിന്റെ അതീന്ദ്രിയ തലത്തിലേക്ക് സ്വയം ഉയർത്താൻ അവസരം നൽകണം. ശ്രീല സനാതന ഗോസ്വാമി ഉപദേശിച്ചതുപോലെ നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനം ഈ പാഞ്ചരാത്രിക വിധി സ്വീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു, യഥാ കാഞ്ചന യാതി കാസ്യാം രസവിധാനതഃ തഥാ ദീക്ഷാവിധാനേന ദ്വിജാത്വം ജയതേ നൃണാം. മണിലോഹം മെർക്കുറിയുമായി കലരുമ്പോൾ സ്വർണമായി മാറുന്നത് പോലെ ഒരു വ്യക്തി സ്വർണം ശുദ്ധമല്ലെങ്കിലും ദീക്ഷാ പ്രക്രിയയിലൂടെ ബ്രാഹ്മണനായി അല്ലെങ്കിൽ ദ്വിജനായി മാറാൻ കഴിയും. ഹരിഭക്തി വിലാസത്തിൽ 2.12 പറയുന്നു. ഇങ്ങനെ 2.12 അങ്ങനെ ഒരു ശരിയായ വ്യക്തിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചാൽ അയാൾക്ക് ഉടൻ തന്നെ 2 ജന്മം ലഭിച്ചതായി അംഗീകരിക്കാൻ കഴിയും. നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ അതിനാൽ വിദ്യാർത്ഥിക്ക് അവന്റെ ആദ്യ ദീക്ഷ നൽകുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം പതിവായി ജപിക്കുകയും നിയന്ത്രണ തത്വങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരാൾ ബ്രാഹ്മണ ദീക്ഷയ്ക്ക് യോഗ്യനാകുന്നു.
കാരണം ഒരാൾ യോഗ്യതയുള്ള ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കാൻ അനുവദിക്കില്ല. ഇതിനെ യാജ്ഞീയ ജന്മം എന്ന് വിളിക്കുന്നു. നമ്മുടെ കൃഷ്ണാവബോധ സമൂഹത്തിൽ ഒരാൾക്ക് 2 തവണ ദീക്ഷ ലഭിച്ചില്ലെങ്കിൽ ആദ്യം ഹരേ കൃഷ്ണ ജപിച്ചും രണ്ടാമത് ഗായത്രി മന്ത്രം ചൊല്ലിയും അയാൾക്ക് അടുക്കളയിലോ ദേവതമുറിയിലോ കയറി കർമ്മങ്ങൾ നിർവഹിക്കാൻ അനുവാദമില്ല. എന്നിരുന്നാലും ദേവനെ ആരാധിക്കാൻ കഴിയുന്ന വേദിയിലേക്ക് ഒരാൾ ഉയർത്തപ്പെടുമ്പോൾ അയാളുടെ മുൻ ജന്മം പ്രശ്നമല്ല. ചണ്ഡലോപി ദ്വിജ ശ്രേഷ്ഠോ ചണ്ഡാലുവാണ്. ചണ്ഡാലോപി ദ്വിജ ശ്രേഷ്ഠോ ഹരിഭക്തി പാരായണ ഹരിഭക്തി വിഹീനശ്ച ദ്വിജോപി ശോപചാധമ. ഒരു ചണ്ഡാല കുടുംബത്തിൽ ജനിച്ചാലും ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടാൽ അയാൾ ബ്രാഹ്മണരിൽ ഏറ്റവും മികച്ചവനായി തീരുന്നു. എന്നാൽ ഭക്തിസേവനമില്ലാത്ത ഒരു ബ്രാഹ്മണൻ പോലും ഏറ്റവും താഴ്ന്ന നായ്ക്കളുടെ തലത്തിലാണ്. ഭക്തിസേവനത്തിൽ ഒരാൾ ഉയർന്ന നിലയിലാണെങ്കിൽ അയാൾ ഒരു ചണ്ഡാല കുടുംബത്തിൽ ജനിച്ചതാണോ എന്നത് പ്രശ്നമല്ല. അയാൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ശ്രീ പ്രഹ്ലാദ മഹാരാജൻ പറഞ്ഞതുപോലെ വിപ്രാദാണോ ഗുണ യുക്താത് അരവിന്ദാനഭ ആണോ? അരവിന്ദനാഭ പാദാരവിന്ദ വിമുഖ നെറ്റിനകത്തുനിന്നാ വായിക്കുന്നത്, അതുകൊണ്ട് വരിഷ്ടം. ഒരാൾ ബ്രാഹ്മണനാണെങ്കിലും എല്ലാ ബ്രാഹ്മണ യോഗ്യതകളോടും യോഗ്യനാണെങ്കിലും പരമദിവ്യോത്തമ വ്യക്തിത്വത്തെ ആരാധിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുവെങ്കിൽ അയാൾ അധപ്പതിച്ചവനായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഭഗവാന്റെ സേവനത്തിൽ ആസക്തനാണെങ്കിൽ അയാൾ ഒരു ചണ്ഡാല കുടുംബത്തിൽ ജനിച്ചാലും അയാൾ മഹത്വീകരിക്കപ്പെടുന്നു. തീർച്ചയായും അത്തരം ഒരു ചണ്ഡാലിന് തന്നെ മാത്രമല്ല തന്റെ കുടുംബത്തിലെ എല്ലാ മുൻഗാമികളെയും മോചിപ്പിക്കാൻ കഴിയും. ഭക്തിപൂർവ്വം സേവനം ചെയ്യാതെ അഭിമാനിയായ ഒരു ബ്രാഹ്മണന് പോലും സ്വയം മോചിപ്പിക്കാൻ കഴിയുകയില്ല. അവന്റെ കുടുംബത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ശാസ്ത്രങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഒരു ബ്രാഹ്മണൻ പോലും ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ മ്ലേച്ഛനോ ബ്രാഹ്മണനോ അല്ലാത്തവനോ ആയി മാറിയതായി കാണാം. ക്ഷത്രിയനോ വൈശ്യനോ അതിലും താഴ്ന്നവനോ ആയി ജനിച്ച് 18-ാം വയസ്സിൽ ദീക്ഷയിലൂടെ ബ്രാഹ്മണ പദവിയിലേക്ക് ഉയർന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിനാൽ നാരദമുനി പറയുന്നു, യസ്യയൽ ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യജകം യത് അന്യത്രാപി ദൃശ്യേത തത് തേനൈവ വിനിർദിശേത്. ഭാഗം 7:11-35. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരാൾ യാന്ത്രികമായി ബ്രാഹ്മണനാകുമെന്നത് വസ്തുതയല്ല. അയാൾക്ക് ബ്രാഹ്മണനാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ എല്ലാ ബ്രാഹ്മണ യോഗ്യതകളും അയാൾ പാലിക്കുന്നില്ല എങ്കിൽ അയാളെ അങ്ങനെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. മറുവശത്ത് ഒരു ശൂദ്രനിൽ ബ്രാഹ്മണ യോഗ്യതകൾ കണ്ടെത്തിയാൽ അയാളെ ഉടനെ തന്നെ ബ്രാഹ്മണനായി അംഗീകരിക്കണം. ഇതിനെ സ്ഥിരീകരിക്കുന്നതിന് ഭാഗവതം, മഹാഭാരതം, ഭരദ്വാജ സംഹിത, പഞ്ചരാത്രം എന്നിവയിൽ നിന്നും മറ്റ് നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്നും നിരവധി ഉദ്ധരണികൾ ഉണ്ട്. ദേവന്മാരുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് ബ്രഹ്മാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അത് പ്രഭു ഒന്ന് വായിക്കുവോ? ആ ഒരു സഹസ്രയുഗപര്യന്തം ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്തം തേ അഹോ രാത്ര വിദോ ജനാഹ. ഭാഗം 8:17. ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ഭഗവത്ഗീത 8:17. അതെ, ഭഗവത്ഗീത എന്നല്ലേ? അതെ. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന് ദൈർഘ്യം 4 യുഗങ്ങളെക്കാൾ 1000 മടങ്ങ് കൂടുതലാണ്. ആകെ 4,30,000 വർഷങ്ങൾ. അതുപോലെ ബ്രഹ്മാവിന്റെ 4 കോടി അല്ല, സോറി, 40. കറക്റ്റ്. പ്രഭുജി കലിയുഗം 4,30,000. 4,00,000 കലിയുഗമല്ലേ? അതെ. ബ്രഹ്മാവ് അത്തരം ദിനരാത്രങ്ങളുടെ 100 വർഷം ജീവിക്കുന്നു. വിബുധായുഷ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് ദീർഘായുസ് ലഭിച്ചാലും അയാൾ ഒരു ഭക്തനല്ലെങ്കിൽ അയാളുടെ ആയുസ് ഉപയോഗശൂന്യമാണ് എന്നാണ്. ഒരു ജീവാത്മാവ് പരമാത്മാവിന്റെ നിത്യസേവകനാണ്. അവൻ ഭക്തിസേവനത്തിന്റെ വേദിയിൽ വരുന്നില്ലെങ്കിൽ അയാളുടെ ആയുസ്, നല്ല ജനനം, മഹത്തായ പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാം നിഷ്ഫലമാണ്. ഹരേ കൃഷ്ണ. എന്താ മനസ്സിലാക്കി ഇത്രയും വായിച്ചിട്ട്? ഗുരുവിന്റെ ഒരു ജന്മം കൊണ്ടല്ല ഒരാള് ബ്രാഹ്മണനായി മാറുന്നതും അവന്റെ കർമ്മം കൊണ്ടാണ് എന്നാണ് ഇൻ ഷോർട്ട് എനിക്ക് മനസ്സിലായത്. ആ ശ്ലോകം ഏതാ? മേലോട്ട് പോകണം. ചാതുർവർണ്ണ്യമയാ സൃഷ്ടം 4-ാമത്തെ അധ്യായത്തിൽ.
ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും, അതായത് കർമ്മം എന്ന പ്രവൃത്തി. കർമ്മം വലിയൊരു ഡെഫിനിഷനാ കർമ്മം. കർമ്മത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. 4:17 എടുത്തു വെച്ചോണം. കർമ്മം, അകർമ്മം, വികർമ്മം. ഇതിനിടയ്ക്ക് വീണ്ടും എടുത്തുണ്ട് ഉഗ്രകർമ്മം. അപ്പൊ കർമ്മം അതായത് പ്രവൃത്തി. വളരെ സെൻസിറ്റീവാണ് നമ്മുടെ പ്രവൃത്തികൾ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, നാവിലൂടെയോ നോട്ടത്തിലൂടെയോ ഒക്കെ നമ്മൾ ആ ഓരോ പ്രവൃത്തികളും വളരെ കാര്യക്ഷമമായിട്ട് വളരെ കരുതലോടെയാണ് നടക്കേണ്ടത്. അപ്പോൾ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിന്റെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിൽ, കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരുതനെ അവന്റെ ജാതി നിശ്ചയിക്കുന്നു. എന്നാൽ ഒരു 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 സെഗ്രിഗേഷൻ, എവിടെയും സെഗ്രിഗേഷൻ വേണം, നിശ്ചയിക്കുന്നു. അതേസമയം ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ഇപ്പൊ അങ്ങനെയുള്ളവര് അതുകൊണ്ട് അർജുനൻ ചോദിക്കുന്നുണ്ട്, അത് 4-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. ഭക്തിയുത സേവനത്തിലൂടെ പോകുന്ന ഒരുവൻ അവനത് തുടരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ പതനത്തിൽ അധപ്പതിക്കുമോ? ഇല്ല. അടുത്ത ജന്മം, അതിനനുസരിച്ചിട്ടുള്ള അടുത്ത ജന്മത്തിൽ ഒരു ഭക്തിയുത സേവന കർമ്മത്തോടു കൂടി പോകുന്ന വലിയൊരു കുലീനമായ ബ്രാഹ്മണ കുടുംബത്തിലോ ധനിക കുടുംബത്തിലോ അവനെ ഞാൻ ജനിപ്പിക്കും. അവിടുന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ഒരുക്കി തരും. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ നമ്മൾ ഭക്തിയുത സേവനത്തിലേക്ക് വന്നു, ആ ബ്രാഹ്മണ തലത്തിലേക്ക് ഉയർത്തിപ്പെടുമ്പോൾ നമ്മൾ ബ്രാഹ്മണ കുടുംബമായി. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഈ പറയുന്ന മാതിരി നല്ല ഒരു ജന്മം കൊണ്ടുതരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, സത്സന്താനങ്ങൾ ഉണ്ടാകണം. ഇനി അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി ആ രീതിയിൽ അങ്ങനെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും കൊടുത്തുകൊണ്ട് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഒരു ധനിക കുടുംബത്തിൽ ഉണ്ടായിട്ട് ഏത് രീതിയിലും പഠിക്കാം, എന്ത് വേണമെങ്കിലും പഠിക്കാം എന്ന് ഉള്ള സംവിധാനമുള്ള ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് പഠിക്കാതിരുന്നാലോ? അവൻ ശൂദ്രനാവും. അതെ. ആ പഠിക്കാതിരുന്ന കുഞ്ഞ് നശിക്കില്ലേ? ആ കുടുംബം വീണ്ടും നശിക്കില്ലേ? അച്ഛനമ്മമാർ ദുഃഖിക്കത്തില്ലേ? പഠിക്കാനുള്ള എല്ലാ സാഹചര്യം കൊടുത്തു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ. അപ്പൊ അതുപോലെ ഇവിടെ വീണ്ടും ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. നല്ലൊരു ഭക്തിയുത സേവനത്തിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടുംബത്തിൽ അവനെ പിറവി എടുപ്പിക്കും. ഇതെല്ലാം അപ്പൊ കുടുംബം പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് ഈ പറഞ്ഞ ബ്രാഹ്മണിക്കൽ പ്രോസസ്സിലൂടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ പിന്നെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റത്തില്ല. ദ്വിജബന്ധു. ദ്വിജൻ രണ്ടാമത്തെ ജന്മം എടുത്തവൻ. അതായത് നമ്മുടെ സെമിനൽ ഡിസ്ചാർജിലൂടെ, അതായത് ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ജന്മത്തെ ശുദ്ധീകരിക്കുന്ന പ്രവണതയാണ് നേരത്തെ പിന്നെ ഗുരു ശിഷ്യബന്ധം, ദീക്ഷ കൊടുക്കുക എന്ന് പറയുന്നത്. ഉപനയനം. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവൻ ബന്ധുവേ ആയിത്തീരുന്നുള്ളൂ. നമ്മുടെ അകന്നൊരു ബന്ധത്തിലുള്ള, നമ്മൾ ചിലപ്പം ഈ വലിയ വാക്കുകൾ പറയാറുണ്ട്, എൻ്റെ ഒരു ബന്ധത്തിലുള്ളതാ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരുമായിട്ട് നമ്മൾ ഏതെങ്കിലും രീതി ബന്ധം സ്ഥാപിച്ചെടുക്കണം. അത് പ്രത്യേകിച്ച് കാണുന്നത് ഈ ചരമക്കുറിപ്പിലും പ്രത്യേകിച്ച് കല്യാണക്കുറികളിലൊക്കെയാണ്. നമ്മളെ 4 പേര് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെങ്കിലും ഒന്ന് അറിയണമല്ലോ. എന്ത് എഴുതും? ഉപചാരപൂർവം. ഉപചാരപൂർവ്വമുള്ളതല്ല, എങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തുന്ന മുന്നില് അത് താഴെ എഴുതും, ഉപചാരപൂർവ്വം എന്നിട്ട് ബന്ധുക്കൾ എന്ന് പറഞ്ഞ് എഴുതും. അതിന് മുമ്പായിട്ട് എഴുതും പ്രഭു. അതായത് ബ്രാക്കറ്റില് വധു, വരൻ, അല്ലെങ്കിൽ ഫാദറോ, അല്ലെങ്കിൽ പിന്നെ എഴുതും അച്ഛൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെയും മുതുമുത്തച്ഛൻ്റെ ഒക്കെ പേരങ്ങ് എഴുതി ചേർത്ത് കളയും. കാര്യം അവരെയൊക്കെ അറിയത്തുള്ളൂ, നമ്മളെ ആരും അറിയത്തില്ല. അപ്പൊ എങ്ങനെയെങ്കിലും 10 പേര് ഞാൻ വലിയ ആളാന്ന് അറിയിക്കണം. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സ്വയം സംതൃപ്തിയാകുന്നു, അത്ര തന്നെ. ഒരു കാര്യമില്ല. അപ്പൊ അവര് വീണ്ടും പറയും, അവരൊക്കെ വലിയ ആൾക്കാരായിരുന്നു, ഇവനൊക്കെ അധപ്പതിച്ചു പോയി എന്നേ പറയത്തുള്ളൂ. അപഹാസ്യമാവുകയുള്ളൂ. ഒരിക്കൽ ഇവരുടെ കുടുംബമൊക്കെ നല്ലതായിരുന്നു, ഇപ്പൊ എല്ലാം പോയി വിറ്റ് തുലച്ചു കളഞ്ഞു. അപഹാസിതരാവത്തേ ഉള്ളൂ. എഴുതാതിരിക്കുന്നേ നല്ലത്. അപ്പൊ ആ ഒരു ജന്മമായി പോകും. പിന്നെ അവൻ ദ്വിജബന്ധുവായി മാറുകയുള്ളൂ. അകന്ന ഒരു ബന്ധം, അത്ര തന്നെ. ആ ബ്രാഹ്മണന്റെ ഒരു ബന്ധു, ബ്രാഹ്മണ ബന്ധു അഥവാ ദ്വിജബന്ധു. ക്ഷത്രിയനായി ജീവിച്ചില്ലെങ്കിൽ ക്ഷത്രിയ ബന്ധു, വൈശ്യനായി ജീവിച്ചില്ലെങ്കിൽ വൈശ്യബന്ധു.
ഓരോരുത്തരും ഓരോ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനറിയത്തില്ല വിദ്യാഭ്യാസം വേണമെന്നുള്ളത്. പക്ഷേ അച്ഛനും അമ്മയും നിർബന്ധിച്ച് കുളിക്കാൻ വിളിക്കുമ്പോൾ കരയും, ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ കരയും, കൊടുക്കുമ്പോൾ തുപ്പിക്കളയും, ആ തുപ്പിക്കളഞ്ഞതിനെ എടുത്ത് വീണ്ടും വായിക്കാത്തിട്ട് വെക്കും. വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമാകുമ്പോൾ അതിനെ സ്കൂളിലേക്ക് വിടും, വിദ്യാലയങ്ങളിലേക്ക് വിടും. ഇതെല്ലാം അവരുടെ ഇഷ്ടം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധതയുടെ പേരിൽ, ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കുഞ്ഞ് വലിയ ആളാകണം, എൻ്റെ കുഞ്ഞ് വലിയ ആളാകണം, ആ സ്നേഹത്തിൻ്റെ പേരിൽ അവനെ വിഷമിപ്പിച്ചുകൊണ്ട്, ആ കുഞ്ഞിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഈ പ്രോസസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും. അവന് താല്പര്യമില്ല. പിന്നെ എന്തുകൊണ്ട് നാമം ജപിക്കുന്നതിലും താല്പര്യമില്ലെങ്കിലും താല്പര്യം ഉണ്ടാക്കി കൊടുക്കാത്തത് എന്താണ്? ആ കൊടുക്കേണ്ട കടമ നമ്മൾ അച്ഛനമ്മമാർക്ക്, സഹോദരങ്ങൾക്കാണ്. ഇത്തരം പ്രോസസ്സിങ്ങിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ, തൻ്റെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ അവരവർ തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ജന്മത്തിൽ വലിയൊരു രക്ഷപ്പെടലുകൾ ഉണ്ടാവുകയുള്ളൂ. ആ രക്ഷപ്പെടലുകളാണ് അടുത്ത ജനറേഷൻ്റെ, അടുത്ത ജന്മത്തിൻ്റെ കുലീനതയും. വാഞ്ചാകൽപതരൂപ്യച്ച കൃപാസിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട്, വളരെ സെൻസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. അതായത് ഗർഭധാന സംസ്കാരം നടത്തി കഴിയുമ്പോഴത്തേക്ക് കൃഷ്ണാബോധമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗർഭധാന സംസ്കാരം നടത്തുന്ന ഒരാള് സാത്വികനല്ലെങ്കിൽ അങ്ങനെ ഒരു ജന്മം നടക്കാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാല് എല്ലാം ഭക്ഷിക്കുന്നത് ധാന്യത്തിലൂടെയാണ്, എല്ലാ ബീജവും വരുന്നത് ധാന്യത്തിലൂടെയാണ്. അപ്പൊ ആ ധാന്യമല്ല ഭക്ഷിക്കുന്നതെങ്കിൽ, സാത്വികമായ ഭക്ഷണമല്ല ഭക്ഷിക്കുന്നതെങ്കിൽ ഗർഭധാന സംസ്കാരം കൊണ്ട് കൃഷ്ണാമോദമുള്ള ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ടോ? ഗർഭധാന സംസ്കാരം ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും സ്വാഭാവികമായിട്ട് അവർ ഫോളോ ചെയ്യും. ഉദാഹരണത്തിന് സാധാരണ ഭൗതികമായിട്ടുള്ള കല്യാണം, ഫിസിക്കൽ, നമ്മുടെ മെറ്റീരിയൽ മാരേജസ് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. വൈകിട്ട് എന്താ സംഭവിക്കുന്നത്? രാവിലെ ഭഗവാനെ വിളിക്കുന്നു, പൂജാരിയെ വിളിക്കുന്നു, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു. ഗർഭധാന സംസ്കാരത്തിൻ്റെ ഒരു അംശം മാത്രമേ ആവുന്നുള്ളൂ, പൂർണ്ണമാവുന്നില്ല. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് എന്താ സംഭവിക്കുന്നത്? വൈകിട്ട് വീട് മൊത്തം ദുർഗന്ധമായിരിക്കും, വാടകയായിരിക്കും, ആ പരിസരത്തോട്ട് പോകാൻ പറ്റത്തില്ല. എന്താ സംഭവം? ഭക്ഷണം സാത്വികമല്ല. അതാണ് സാത്വികം എന്ന് മാത്രമല്ല, നായകൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നത് പിന്നെ. അപ്പോൾ അവിടെ നായകളുടെ ബഹളമായിരിക്കും. അതുപോലെ തന്നെ നായകളുടെ മറ്റു രൂപമായ മനുഷ്യന്മാരുടെയും ബഹളമായിരിക്കും. അപ്പോൾ ഗർഭധാന സംസ്കാരം പൂർണ്ണമാവുന്നില്ല. ഭഗവാൻ എന്നുള്ളതല്ല, 33 കോടി ദേവന്മാരിൽ ഒരു ദേവൻ പോലും ആ പരിസരത്തേക്ക് വരത്തില്ല. അതേസമയം ആ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി ആ പ്രതിശുദ്ധ വരന്മാർ നാമം ജപിക്കുക, അല്ലെങ്കിൽ നാമം ജപിക്കാനുള്ള സംവിധാനം അവിടുത്തെ അച്ഛനമ്മമാര്, ബന്ധുക്കൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഗർഭധാന സംസ്കാരത്തിന്റെ ഒരു ഘട്ടം കൂടി പൂർത്തിയാവും. അങ്ങനെയുള്ള സംസ്കാരത്തിന് മുമ്പ് എല്ലാ മനുഷ്യനും സാത്വികനാകണ്ടേ? അതിനുശേഷമല്ലേ ഗർഭധാന സംസ്കാരം ചെയ്യേണ്ടത്? ഉണ്ട് ഈ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് ഇങ്ങനെ താല്പര്യമുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ അവിടെ തുടങ്ങി അറ്റ്ലീസ്റ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമെങ്കിലും അവിടെ ഉണ്ടാകണം, 16 റൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാത്വിക തലത്തിലേക്ക് ഉയർത്തപ്പെടും. കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ അവൻ ആ പ്രക്രിയയിലോട്ട് പോകുമ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ബീജം ഭഗവാൻ നിക്ഷേപിച്ചു കൊടുക്കും. അതിനനുസരിച്ചിട്ട് പോകുമ്പോൾ ആ ഉദരത്തിൽ കടക്കുന്ന ബീജത്തിനെ കണ്ടുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ബാക്കിയുള്ള 10 മാസം നമ്മൾ
ആഹാരക്രിയകൾ, ഇതെല്ലാം ഗർഭധാരണ സംസ്കാരത്തിൽ വരുന്നതാണ്. അവിടെയാണ് പ്രഭു പറഞ്ഞ സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ പിന്നെ കണ്ടിന്യൂ ചെയ്യണം ആ 10 മാസം. അതുപോലെ തന്നെ ആ ഉദരത്തിലുള്ള കുഞ്ഞിന് നമ്മൾ നാമജപം പറഞ്ഞു കൊടുക്കണം, കേൾപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് പിറവിയെടുക്കുന്നത് നല്ല ശുദ്ധമായ ബുദ്ധിയോടുകൂടി ഭഗവത് ഭക്തിയോടുകൂടി ആയിരിക്കും. അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ആദ്യത്തെ കുഞ്ഞിന്, ഇതെല്ലാം ഫിസിക്കലി പ്രൂവ്ഡാണ്, ആദ്യത്തെ കുഞ്ഞുങ്ങൾക്ക് ശേഷം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരികയും രണ്ടാമത്തെ കുഞ്ഞ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ പോകുന്ന സമയത്ത് നാമജപം നടക്കുന്ന ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു പീരീഡിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഗർഭം ധരിക്കുകയും ചെയ്യുന്നു. എടുത്തു നോക്കിക്കൂ, ആദ്യത്തെ കുഞ്ഞിനേക്കാൾ കൂടുതൽ ഭഗവാനോടൊരു അറ്റാച്ച്മെന്റ്, ഒരു സ്നേഹം ഇത്തിരി ആ രണ്ടാമത്തെ കുഞ്ഞിനുണ്ടാകും ജന്മനാല്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെയിം. അതുപോലെ തന്നെ നമ്മുടെ കശ്യപ മുനിയിലെ ദിതിയിലും അതിഥിയിലും ഉണ്ടാകുന്ന കുട്ടികളെ കൂട്ട് ആ ആദ്യത്തെ ദിതിയിലുണ്ടാകുന്നത് രാക്ഷസന്മാരും അതിഥിയിലുണ്ടാവുന്ന ദേവന്മാരുമായിട്ട് മാറും. ഇതെല്ലാം ഫിസിക്കലി പ്രൂവ്ഡാണ്. ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ നല്ലൊരു തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല നമുക്ക് രക്ഷപ്പെടാനും അതെങ്കിലും നമ്മൾ സ്വാർത്ഥമാവ്, നമ്മൾ മരണശേഷം രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും നമുക്ക് ചില കർമ്മങ്ങൾ, എന്താ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ നല്ല കുഞ്ഞുങ്ങൾ വേണ്ടേ? അതെങ്കിലും ചിന്തിച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോയെങ്കിലേ പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും? അതൊക്കെ നിയമങ്ങൾ ഉണ്ടായാലേ പറ്റത്തുള്ളൂ പ്രഭു, അല്ലാതെ ഒന്നും നടക്കത്തില്ല. നിയമങ്ങളുണ്ട്, നിയമങ്ങൾ ഉണ്ടായിരിക്കണം, നിയമങ്ങൾ നിലവിലുണ്ട്. നമ്മളത് സ്ട്രിക്റ്റായിട്ട് പാലിക്കണം. അതെ, നിയമങ്ങൾ നിലവിലുണ്ട്, പക്ഷെ നമ്മൾ പാലിക്കുന്നില്ല. ഇന്ന് സത്സംഗത്തിൽ എല്ലാവരും വന്നേ പറ്റത്തുള്ളൂ. ആദ്യ കർത്താവ് ഇപ്പം പറയും, അനൗൺസ് ചെയ്യും, എല്ലാവരും വരണേ, ബേസിക്കലി ക്ലാസ് ഉണ്ട്, എല്ലാവരും വരണേ എന്ന് പറയുമ്പോൾ അതൊരു നിയമമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഇച്ചിരി ലൈറ്റായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇത്തിരി, പക്ഷെ നിയമമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു റൂൾസ് ആൻഡ് പ്രൊസീജിയറാണ്. ഞായറാഴ്ച ക്ലാസ്സിൽ ഇതേപോലെ ഫിസിക്കൽ ക്ലാസ് ഉണ്ട്, അവിടെ നമ്മളെല്ലാവരും ചെല്ലേണ്ടതാണ്. അത് നിയമം. പ്രഭു പറഞ്ഞു പാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമുക്ക് പല എക്സ്ക്യൂസുകളും കാണും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഗസ്റ്റ് വരുന്നു, അതിഥികൾ വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, രാവിലെ കൂടി എനിക്ക് ഇത്തിരി ഉറക്കം വരുന്നു എന്നൊക്കെ പല ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. ഒരു ജസ്റ്റിഫിക്കേഷനിലാണ് ലക്ഷ്മി ദേവി ഭഗവാനെ അകത്തോട്ട് കയറ്റില്ല. ഇനി പിന്നെ നമ്മുടെ കാര്യം വല്ലതും പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ എവിടെല്ലാം തടയും? ചിന്തിക്കണം, നമ്മളെ എവിടെല്ലാം തടയുമെന്നുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം തീരാറായി, 1 മിനിറ്റേ ഉള്ളൂ. അതെ.